ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മളൊരു സ്പെഷ്യൽ ബിരിയാണി വ്ളോഗ് ആയിട്ടോ. കുറെ നാളായി കുക്കിംഗ് വ്ളോഗ് ഒക്കെ ചെയ്തിട്ട് അല്ലേ പുണ്യ? അപ്പൊ നമ്മൾ ഇന്നൊരു ബിരിയാണി വ്ളോഗ് ആയിട്ടോ വന്നിരിക്കുന്നത്. ബിരിയാണി എന്ന് വെച്ചാൽ നമ്മുടേതായ സ്റ്റൈലിൽ ഒരു ബിരിയാണി. അതെ, ബിരിയാണിയിൽ വലിയ PhD എടുത്ത ആളാ. അതൊന്ന് കാണട്ടെ വിചാരിച്ചേക്ക. ബിരിയാണി കഴിക്കുന്നതിൽ നല്ല PhD എടുത്തിട്ടുണ്ട്. ഉണ്ടാക്കണേന്ന് വെച്ചാൽ ഒരു വട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ വട്ടം ഉണ്ടാക്കാൻ പോണ്. ബാക്കി എല്ലാ കാര്യങ്ങളും പുണ്യാണ് പിന്നിൽ പ്രവർത്തിച്ച ആള് എല്ലാത്തിന്റെ അല്ലെ, പിന്നിലും ഫ്രണ്ടിലും ഒക്കെ ഞാൻ അതന്നെ. അപ്പൊ ഞങ്ങൾ ഇനി ബിരിയാണിയുടെ കുക്കിംഗ് വിശേഷങ്ങൾ നമുക്ക് കടക്കാം. ഓക്കെ, അപ്പൊ ഗൈസ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ സവാള വറുത്തോണ്ടിരിക്കുന്നു കേട്ടോ. ബിരിയാണിക്ക് ഇടാനുള്ളത് ഫ്രൈ ചെയ്തിട്ടുള്ള സവാള വറുത്തോണ്ടിരിക്കുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കുക്കിംഗ് കാണാം. ഗൈസ് നമ്മളിതേ ഫ്രൈ ചെയ്ത ഒനിയന്റെ ഒരു പാത്രത്തിലേക്ക് മാറ്റണം. ബിരിയാണിയിലേക്ക് ആവശ്യമായ സാധനങ്ങൾ, മെയിൻ സാധനം എടുത്ത്. അപ്പൊ ഗൈസ് നമ്മൾ ഇനി ബിരിയാണിയുടെ അരി വേവിക്കാൻ പോകണ്ട. അതിന് നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി നമ്മള് ഞാനിപ്പോ എടുത്തത് 2 ഗ്ലാസ് അരിന്. 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം, 4.5 ഗ്ലാസ് വെള്ളം കേട്ടോ. അപ്പൊ ഞാൻ 4.5 ഗ്ലാസ് വെള്ളം ഒഴിക്കാൻ പോണു. പിന്നെ ഇല്ല, ഈ ക്ലാസ്സിലാട്ടോ. കാരണം നമ്മൾ ഏത് ക്ലാസ്സിൽ അരി എടുക്കുന്ന വെച്ചാൽ ആ ക്ലാസ്സിൽ വേണം വെള്ളം എടുക്കാൻ. അപ്പൊ ഞാൻ ഈ ക്ലാസ്സിലാട്ടോ അരി എടുത്തത്. അപ്പൊ ഈ ക്ലാസ്സിൽ തന്നെ ഞാൻ വെള്ളം എടുക്കണം. 4.5 ഗ്ലാസ് വെള്ളം. ഇനി നമ്മൾ ഈ ബിരിയാണിയുടെ വെള്ളത്തിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചു കൊടുക്കണം വെച്ചാൽ ബിരിയാണി നമ്മൾ ഈ വിട്ട് നല്ല ഇതിൽ നിൽക്കാനായിട്ട് നെയ്യൊക്കെ ഒഴിച്ചു കൊടുക്കണം. നെയ്യ് ഒഴിച്ചു കൊടുത്തു. ഇനി ഉപ്പിട്ട് കൊടുക്കാം. അതന്നെ, കുറച്ച് ഉപ്പിട്ട് കൊടുക്ക. ഇനി സ്പെഷ്യൽ സാധനം സാജീരകം. നല്ല സ്മെല്ല് വരും ബിരിയാണി. ഇതാണ് സാജീരകം. ഇത് ബിരിയാണിയൊക്കെ വേവിക്കുമ്പോൾ ഇടുന്നത് നല്ലതാണ്. ഇതെന്റെ അമ്മ തന്നു വിട്ടതാ. നാട്ടിൽ നിന്ന് വരുന്ന ടൈമിൽ അമ്മ തന്നു വിട്ടതാ. മോളെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇട്ടോളാൻ പറഞ്ഞു. എന്റെ അമ്മയ്ക്ക് അറിയാം എനിക്ക് എത്രമാത്രം ബിരിയാണിക്ക് ഇത് ഇഷ്ടമുണ്ടെന്ന്. അപ്പൊ അമ്മ ഇങ്ങനെ ഓരോ തന്നു വിട്ടു. എന്തായാലും ഇനിയിപ്പൊ കരഞ്ഞ് നിലവിളിക്കണ്ട വെച്ചിട്ട് അതന്നെ അത് വിചാരിച്ചിട്ട് തന്നു വിട്ടു. ഇനി നമ്മുടെ കൂട്ടുകൾ പട്ട ഗ്രാമ്പു അതൊക്കെ ഇതിന് പറക്കിയെടുക്കണം. പറക്കട്ടെ ഏട്ടാ. പട്ട ഇടണം. പട്ട ഇടട്ടെ. പട്ടിട്ടു. പട്ട പൊട്ടിക്കാനാണ് പണി. ഇങ്ങനെ തന്നെ എടുക്കട്ടെ അല്ലേ. പട്ടിട്ട് ഇനി ഗ്രാമ്പൊക്കെ ഞാൻ അതിൽ നിന്ന് എണ്ണി പറക്കണം. ഗ്രാമ്പ് ഏലക്കായ ഒക്കെ എടുക്കണം. അതിന് തപ്പെടുക്കട്ടെ. പട്ട ഗ്രാമ്പു ഏലക്കായ ഒരു സ്ഥലത്തേക്ക് പോണതല്ലേ, ഒന്നിനൊരു കുറവ് വരരുത്. അത് ഇടലുണ്ട്. ഇടാം, രസല്ലേ അല്ലേ. ഇത് ഇടാ. എന്തിനാ കുറവാക്കണ്? മന്തിയിലൊക്കെ ഇടറായി. അതിങ്ങനെ ഒരു ബോള്. അത് മറ്റേത് ജാതിക്കേര അതാന്ന് തോന്നുന്നു. ആ സംഭവം ജാതിക്കേര കുരു അങ്ങനെ എന്തോന്ന് തോന്നണ, അറിയില്ല. അല്ല ഇത് കറുകപ്പട്ടല്ലേ. ഇത് അപ്പൊ എനിക്ക് അല്ല വേണല്ലേ കറുകപ്പട്ട. കറുകപ്പട്ടല്ലേ പോലത്തല്ലേ ഇത്. അത് ഇട്ടിട്ടുണ്ട്. ഇനി അതിനൊരു കുറവ് വേണ്ട. അപ്പൊ എല്ലായി വിഭവസമൃദ്ധമായിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോണത് കുറെ സാധനങ്ങൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് തിളപ്പിക്കാൻ വെക്കാം. തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അരി ഇടാം. ഇനി അടുത്തത് നമുക്ക് ചിക്കൻ. ബിരിയാണിയുടെ വെള്ളം വേവണതിന് മുന്നേ നമുക്ക് ചിക്കൻ വേവിക്കാം. ചിക്കന് നമ്മൾ യൂസ് ചെയ്യുന്നത് സവാള വറുത്ത വെളിച്ചെണ്ണ തന്നെയാട്ടോ. അതുകൊണ്ട് ഇനി ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി യൂസ് ചെയ്യുന്നത് അത് തന്നെയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് സവാളയും എല്ലാതും കൂടി ഞാൻ ഇട്ട് അടിച്ചു വെച്ചിരുന്നു. അത് മൊത്തത്തിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. സെപ്പറേറ്റ് ആയിട്ട് ഇടാൻ നിൽക്കണില്ലേ. പിന്നെ നമുക്ക് ഇത് സവാള വഴറ്റ. പിന്നെ ഇതിൽ ഇത്തിരി നാരങ്ങയും കൂടി പിഴിഞ്ഞൊഴിക്കണം കേട്ടോ. ഇത് നമ്മുടെ ബിരിയാണിയുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അരിയിട്ട് കൊടുക്കാം. അരി നമ്മൾ പതുക്കെ ഇടണം. ഞാനിപ്പോ ജസ്റ്റ് ഒരു സ്പൂൺ കൊണ്ട് ഇടുന്നുണ്ട്, ഞാൻ തെറിക്കാണ്ടിരിക്കാനേ.
നീ തെറിച്ചാകട്ടോ. ഇത് വെള്ളം ഇങ്ങനെ വറ്റിപ്പോയി റൈസ് ഇങ്ങനെ പൊന്തി നിൽക്കണ അവസ്ഥയിലേക്ക് എത്തണ വരെ അത് മൂടി വയ്ക്കാം. ടൈമൊന്നും ഞാൻ പറയില്ല, ഞാൻ നോക്കിയിട്ട് പറയാട്ടോ. ഞാൻ അവസാനം പറഞ്ഞതിൻ്റെ അത്ര ടൈം കൊടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി വഴറ്റാട്ടോ. പിന്നെ മല്ലിയില ഇട്ട് കൊടുക്കണം. മല്ലിയില ഇട്ട് കൊടുക്കുക. ഇത്തിരി പുതിനയിലയും എടുക്കട്ടെ. എല്ലാത്തിൻ്റെയും ഇതൊന്നും ഇത്തിരി കയറിക്കോട്ടെ. ഇങ്ങനെ ഒരു കുറവ് വരണ്ട. നന്നായി വാട്ടിയെടുക്കുക. ഇനി ചിക്കനിൽ കയറാനുള്ളതാണ്. അപ്പൊ നമ്മൾ ഇനി ഇതിലേക്ക് മഞ്ഞപ്പൊടി ഇടാൻ പോണ്. നമ്മൾ എരിവ് അധികം ഇടില്ല, കാരണം എരിവ് ഇട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ബിരിയാണി ശരിക്കും പറഞ്ഞാൽ എരിവ് അധികം വരാൻ പാടില്ല ബിരിയാണിയിൽ. അപ്പൊ അതേ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. ചിക്കൻ്റെ കളി ഞാൻ വെള്ളം വെള്ളം പാടി. അപ്പൊ ഞാൻ ചിക്കൻ എല്ലാതും പുരട്ടി. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് മഞ്ഞപ്പൊടി, മുളക് പൊടി, തൈര്, നാരങ്ങ പിഴിഞ്ഞു വെച്ച്, ഉപ്പിട്ടു, പുതിനയില കുറച്ചിട്ടു. എന്നിട്ട് ഞാൻ മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ്. അത് നമുക്കിനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ സ്പെഷ്യലായിട്ട് ഇനി വേറെ ഒന്നും ചേർക്കണില്ല. അല്ലാതെ ഇതിൽ ഓൾറെഡി നമ്മൾ ചേർത്തിട്ടാണ് ഇപ്പൊ ഇട്ട് കൊടുക്കുന്നത്. ചിക്കനിൽ നല്ലോണം ചാറുണ്ടെങ്കിൽ അത് പറ്റണം, കാരണം ചാറ് ഇതിന് പാടില്ല ബിരിയാണിക്ക്. അതാണ് മെയിൻ. നമുക്ക് ചിക്കൻ അങ്ങോട്ട് ഇളക്കി മറച്ചങ്ങോട്ട് എടുക്കും. തൈര് ഒഴിച്ചാലാണ് കുറച്ചിങ്ങനെ ഇങ്ങനത്തെ കളറിലിരിക്കുന്നത് കേട്ടോ. ഇതിന് ആയൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി അവസാനം നമ്മൾ ഇതിലേക്ക് ഗരം മസാലയും ചിക്കൻ മസാലയും ഇടയും കേട്ടോ. അത് മാത്രമേ ഇടയുള്ളൂ, എരിവ് അധികം ഉണ്ടാവില്ല. നല്ലൊരു അടിപൊളി ബിരിയാണി നമുക്ക് കഴിക്കാൻ പറ്റും. ഇനി നമുക്ക് കുറച്ചു നേരം മൂടി വെച്ച് വേവിക്കണം. എന്നിട്ട് ഇതിൽ ഇനി ചിക്കൻ്റെ ഏകദേശം ആയിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമ്മൾ ഇത്തിരി ചിക്കൻ മസാല ഇട്ട് കൊടുക്കണം. ചിക്കനിലേക്ക് ഇത്തിരി ചിക്കൻ മസാല കേട്ടോ. കുറച്ചേ വേണ്ടൂ, അധികം വേണ്ടേ. ചിക്കൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രം. പിന്നെ ഇനി അടുത്തതായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് ഗരം മസാല. നമ്മൾ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കണം. ഗരം മസാല വേണം, എന്നാലേ ചിക്കനിലൊക്കെ ഒരു ടേസ്റ്റ് വരുള്ളൂ. യെസ്, അത്ര മതി. ഇനി നമുക്ക് മിക്സിങ്ങിലേക്ക് വെക്കാം. ഇപ്പോഴത്തെ സവാള കുറച്ചിട്ടുണ്ട് കേട്ടോ, ഈ ഒരു ഇതിൽ വരാൻ വേണ്ടി. സെറ്റ്. ഇനി നമ്മൾ ദമ്മിടാൻ പോണ് കേട്ടോ. ബിരിയാണി ദമ്മിടാൻ പോണ്. അതിന് ഞാൻ ബിരിയാണി 2 പാത്രത്തിലായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഈ ബിരിയാണി ഉണ്ടാക്കി പാത്രത്തിലാണ് നമ്മൾ ദമ്മിടുന്നത് കേട്ടോ. ചിക്കൻ അങ്ങോട്ട് എടുക്കാം. ഗ്രേവിയിൽ തന്നെ ചിക്കൻ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ ഇടണം. ഇട്ടു. ഇനി ഈ ഒരു ലെയർ നമ്മൾ ചോറിടാം. ചോറിടണം കേട്ടോ, ഒരു ലെയർ. ദമ്മടിക്കാൻ പോണേ. ചോറങ്ങോട്ട് ഞാൻ ഇതൊക്കെ അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് തട്ടുണ്ട്. ഇത് നല്ലയിൽ അങ്ങോട്ട് പരത്തി അങ്ങോട്ട് കൊടുക്കുക. ഇങ്ങനെ പരത്തി 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 വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ മേലേക്ക് സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. ആദ്യം നമുക്ക് സവാള ഇടാം. ഇത് ഞാൻ സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. സവാള അത് എങ്ങനെ ഇടാം. സവാള അത് എങ്ങനെ ഇട്ട് ഇങ്ങനെ ആക്കി. ഇനി നമുക്ക് ഞങ്ങൾ അണ്ടിപ്പരിപ്പും മുന്തിരി വേണ്ട വെച്ചു, കാരണം ഞങ്ങൾക്കത് വലിയ താല്പര്യമില്ല. അപ്പോൾ അത് ഇടണ്ടാന്ന് വിചാരിച്ചു. പിന്നെ അതേ പുതിനയില മല്ലിയില കൂടി ഇട്ട് കൊടുക്കണം. അതിട്ടു. അതിട്ട് സെറ്റാക്കി. ഇനി നമ്മൾ നമ്മുടെ പൈനാപ്പിൾ ഇടാത്ത കാരണം പൈനാപ്പിൾ എസൻസും കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി അടിച്ചു വെച്ചിരുന്നു, അതിൽ ഒഴിച്ചു കൊടുക്കണം. കളറിനും ഒരു പൈനാപ്പിളിന്റെ ഫ്ലേവറിനും വേണ്ടിയിട്ടാ. അപ്പോൾ ബിരിയാണിയിലൊരു കറക്റ്റ് ഒരു ഇത് കിട്ടുള്ളൂ, കോമ്പിനേഷൻ. ഇനി നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് നല്ല അസല് നെയ്യ് അങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചു കൊടുക്കും കേട്ടോ. ഇനി നമ്മൾ അടുത്ത ലെയർ ഫില്ലാക്കാം. ഗ്രേവി നമ്മൾ സെപ്പറേറ്റ് മാറ്റി വെച്ചു. ജസ്റ്റ് ഇനി പരത്തി കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് സ്പേസ് തികയാണ്ടാവും. പരത്തി അങ്ങോട്ട് കൊടുക്കുക, അത് ഒട്ടിച്ചങ്ങോട്ട് വയ്ക്കുക. ദമ്മിടാനുള്ള കാരണം. ഇനി ഇതിൻ്റെ മേലേക്ക് വീണ്ടും കണ്ടിന്യൂഷൻ പോലെ ബാക്കിയുള്ള എല്ലാം ഇതിങ്ങനെ ഇടാം. ഇതിങ്ങനെ ഇടാം. പുതിനയിലൊക്കെ എടുത്ത്
ഇതിന്റെ മേലെല്ലാം കൂടെ തട്ടാം. ബിരിയാണി നമ്മൾ പ്രതീക്ഷിച്ചതിനും കൂടുതലായി. അപ്പോൾ ഒരാഴ്ച കഴിക്കാനുള്ള ബിരിയാണി എന്തായാലും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കും. ഇനി നമ്മുടെ ബാക്കിയുള്ള എസൻസ് മൊത്തം കൂടെ എടുത്ത് അങ്ങോട്ട് ഒഴിക്കാം. ഇപ്പൊ അതിനൊരു കുറവ് കിട്ടാം. ഇനി അവസാനം നമ്മുടെ നെയ്യൊഴിക്കുക. നെയ്യൊഴിച്ചു. നെയ്യൊഴിച്ച് സെറ്റ്. ഇനി നമ്മൾ ദമ്മിടാൻ പോകും. ഇതിങ്ങനെ ഇനി ഒരു 10 മിനിറ്റ് നേരം നമ്മൾ ദം ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഒരു സൈഡൊന്നും മൂടാനുള്ള നമ്മൾ ചെയ്തിട്ടില്ല. പിന്നെ ബിരിയാണി ആയിട്ട് കാണാം കേട്ടാ. അപ്പൊ ഗൈസ് നമ്മള് ദമ്മിട്ടിട്ട് നമ്മള് നേരെ മാർക്കോ സിനിമയ്ക്ക് ഓടിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പൊ അതേ ദമ്മ് പൊട്ടിക്കാൻ പറ്റിയില്ല. ടിക്കറ്റൊക്കെ ഇത്തിരി നേരം കൊണ്ട് നമ്മൾ സെറ്റ് ആക്കിയത്. അതേ ദമ്മ് പൊട്ടിക്കാൻ പോണ്. ബിരിയാണി ഇത്ര നേരം വെച്ചുണ്ട്. ഞങ്ങൾ നാളെ 2-2.5 മണിക്കൂർ 3 മണിക്കൂർ ഇട്ടിട്ട് ഇങ്ങോട്ട് വരുന്നത്. നല്ല മണം. ഒന്റെ പൊന്നേ, ഒരു രക്ഷയില്ല. നല്ല സ്മെല്ല്. മുട്ട നമ്മൾ വെക്കാൻ ഇതിൽ മറന്നു. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കയറ്റിക്കിന്റെ ജസ്റ്റ് ഒന്ന് വെക്കിന്റെ. പിന്നെ നമ്മുടെ സർലാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബിരിയാണി. അപ്പൊ ഇതിന് ബിരിയാണി ഇത് ഗ്രേവി ഞങ്ങൾ സെപ്പറേറ്റ് എടുത്ത് വെച്ചതാട്ടെ, ചിക്കന്റെ ഗ്രേവി. അവര് ചിക്കനും ബിരിയാണി കഴിക്കണോണ്ട് കഴിച്ചിട്ട് വലിയ കാര്യങ്ങൾ പറയും. അയ്യോ, എന്റെ ഫേവറേറ്റ് പോകുന്ന പറയാം. അപ്പുണ്ണിക്ക് വലിയ താല്പര്യമില്ല ബിരിയാണിയോട്. എന്റെ അപ്പുണ്ണി കഴിക്കാത്തുണ്ടെങ്കിൽ അത് ബിരിയാണി ആയിരിക്കും. പക്ഷെ എന്റെ ഭക്ഷണങ്ങളും ഏറ്റവും ഇഷ്ടം ഒരു മാസം കഴിക്കാൻ ഇവിടെ ചെന്നാലും ബിരിയാണി തെരഞ്ഞെടുക്കുള്ളൂ. ഗുഡ് നൈറ്റ് വെളുപ്പായി. ഗുഡ് മോർണിംഗ് ടേസ്റ്റ് പറയണ്ടേ? അപ്പൊ ഞാൻ തിന്നിട്ട് ചേട്ടാ. ഉടച്ചെടുക്കണേ. അപ്പൊ ഗൈസ് നമുക്ക് കഴിച്ചു നോക്കാം. സലാഡ് ഒന്നും ഇതിലെടുക്കണം. ചിക്കനില് മാത്രം അധികം സ്പൈസി ആക്കാനുള്ള ചിക്കൻ ആട്ടോ ചെയ്യാം. ബിരിയാണിയൊക്കെ ഉണ്ടായി കഴിച്ച ടേസ്റ്റ് ഒക്കെ നോക്കി അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യാം. അതന്നെ. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ സീ.